ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന യുവനേതാവ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് ദേശീയ നേതാവ് ദീപാദാസ് മുൻഷിയുമായി 2 ദിവസം മുൻപ് പാലക്കാട് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാർട്ടിയിൽ ചേരാൻ സന്ദീപ് സമ്മതം അറിയിച്ചതെന്നാണ് സൂചന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സന്ദീപ് വാര്യരെ മുൻനിർത്തി കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത നീക്കം മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സാധ്യതയെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് പ്രവേശനത്തിന് AICC അംഗീകാരം നൽകിയതിനു പിന്നാലെ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കളും സന്ദീപ് വാര്യരും പാർട്ടി മാറ്റ പ്രഖ്യാപനം നടത്തിയത്. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബി.ജെ.പിയിൽ നിന്നും പരിഗണന ലഭിച്ചില്ലെന്നും എന്നും ഒറ്റപ്പെടൽ നേരിട്ടിരുന്നെന്നും സന്ദീപ് പറഞ്ഞു. ബി.ജെ.പിയുമായി ഇടഞ്ഞ സന്ദീപ് നേരത്തെ CPM-ഉമായും CPI-യുമായും അടക്കം ചർച്ച നടത്തിയിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടന്നത്. അനൗപചാരിക ചർച്ചകൾ CPM നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മതനിരപേക്ഷ നിലപാട് സന്ദീപ് പരസ്യമായി പറഞ്ഞിട്ട് മതി സ്വീകരിക്കലെന്നായിരുന്നു CPM തീരുമാനം. ഇതോടെയാണ് സന്ദീപ് കോൺഗ്രസ് വഴിയിലേക്ക് എത്തിയത്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ഇന്നലെ രാത്രി AICC-യും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന നേതൃത്വവുമായി ഉടക്കിയ സന്ദീപിനെ നേരത്തെ CPM സ്വാഗതം ചെയ്തിരുന്നതാണ്. C. കൃഷ്ണകുമാറാണ് പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. സന്ദീപിനെ അനുനയിപ്പിക്കാൻ RSS നേതൃത്വം അടക്കം ഇടപെട്ടെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അപ്രസക്തനായ വ്യക്തി അപ്രസക്തമായ പാർട്ടിയിലേക്ക് പോകുന്നു എന്നാണ് ബി.ജെ.പി. ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ സന്ദീപ് വാര്യർ പാർട്ടി വിടുന്ന വാർത്തയോട് പ്രതികരിച്ചത്.